എനിക്ക് എത്ര നാൾ തൊട്ട് ടി വി കാണാനായിട്ട് പറ്റും സർജറി കഴിഞ്ഞിട്ട്? ഓക്കെ, നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ കാലിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തൊട്ട് ഓടാൻ പോകുമല്ലോ. നമ്മൾ ആദ്യം പിച്ച് വെച്ച് നടക്കണം, പിന്നെ നടക്കാൻ പഠിക്കണം, പിന്നെ ഓടാൻ പോകണം അല്ലേ. അതുപോലെ നമ്മൾ ആദ്യം ദൂരക്കാഴ്ച ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീടിൻ്റെ വെളിയിലൊക്കെ ദൂരക്കാഴ്ച ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അതായത് മരങ്ങളൊക്കെ നോക്കി ആദ്യം ഒരു ദിവസം അങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ശ്രമിക്കുക. ആ ദിവസം നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്, വൈകിട്ട് തൊട്ട് നമുക്ക് ചെറുതായിട്ട് ടി വിയെ കാണാം, കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം തൊട്ട് എന്തായാലും ടി വി കാണാൻ പറ്റും. ടി വി കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇരുട്ട് മുറി ഇരുന്ന് ടി വി കാണല്, നല്ല ലൈറ്റുള്ള മുറിയിൽ വേണമായിരുന്നു ടി വി കാണാൻ. പിന്നെ ചിലർ ചോദിക്കും മൊബൈൽ നോക്കാമോ? മൊബൈൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ആരാ വിളിക്കുന്നത് നോക്കാനൊന്നും അല്ലല്ലോ, ഇതല്ലേ പരിപാടി, സ്ക്രോളിങ്. അപ്പോൾ ഞാൻ പറയാറുള്ളത്, നമ്മൾ ദൂരക്കാഴ്ച ഡെവലപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ളത് വായിക്കാനുള്ള കാഴ്ച. വായിക്കാനുള്ളത് നമ്മൾ കണ്ണാടി തന്നിട്ടല്ലേ വായിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കാനുള്ള കണ്ണാടി തരത്തില്ല, അതൊരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ മാഗസിൻ വായിക്കുക. ലാസ്റ്റിലെ മൊബൈലിലോട്ട് പോകാം. കാരണം എന്താ, മൊബൈൽ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസാണ്. അതിനകത്തുനിന്ന് ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലേ, അത് നമ്മുടെ കണ്ണിന് ആവശ്യമില്ലാതെ എക്സസ് സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത്, മൊബൈൽ വാട്സാപ്പ് അതൊക്കെ നോക്കാനാണെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് മൊബൈലിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്.